ഹായ്, നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സെയിൽസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ടുള്ള 3F ഫോർമുലയെ കുറിച്ചാണ്. നമുക്കറിയാം, സെയിൽസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഏറ്റവും ഈസി ആക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ മെത്തേഡുകൾ അല്ലെങ്കിൽ ചെറിയൊരു ടൂളുകളാണ്. സോ എന്താണ് 3F ഫോർമുല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ പലപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒബ്ജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചില സെയിൽസ്മാർക്ക് ഒളിച്ചോടുന്നൊരു പ്രവണതയാണ്. ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു ഒബ്ജക്ഷൻ തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ഷൻ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. സോ ഒബ്ജക്ഷനെ നമ്മളൊരു ബൈങ് സിഗ്നൽ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു കസ്റ്റമറോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സെയിൽസ് പേഴ്സൺ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമറിന് ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് കരുതുക. അതാണ് എൻ്റെ ഈ ഒരു ഫിംഗർ എന്ന് വിചാരിക്കുക. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ ഈ രണ്ട് ഫിംഗറുകൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. സോ ഈ ബ്രിഡ്ജ് എത്ര മനോഹരമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് ഒരു സെയിൽസ്മാൻ വിജയിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടൂളാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന 3F ഫോർമുല. ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട്. ഇതാണ് നമ്മുടെ 3F എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ F എന്ന് പറയുന്നത് ഫീലാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ കസ്റ്റമറിന് ഒരു ഫീല് കൊണ്ടുവരണം. എന്ത് ഫീലാ കൊണ്ടുവരേണ്ടത്? നമ്മൾ ആ കസ്റ്റമറിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഒബ്ജക്ഷന് സൊല്യൂഷൻ കൊടുക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഫീലാണ് കൊണ്ടുവരേണ്ടത്. ഏതൊരു സെയിൽസ് ആയിക്കോട്ടെ, അവിടെ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒരു സെയിൽസ്മാനെ ഫീൽ ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി പല സെയിൽസ് പേഴ്സൺസും അവരുടെ ഷോറൂമിലുള്ള പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത കാണിക്കുമ്പോൾ ഈ ഫീൽ എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ കസ്റ്റമറെ അവർക്ക് നഷ്ടപ്പെടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫീലിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫെൽറ്റ് ആണ്. ഈ ഫെൽറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ സ്റ്റേജിൽ കസ്റ്റമറിന് ഒരു ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രൈസ് കൂടുതലാണ് എന്നുള്ളതാണ് കസ്റ്റമറുടെ ഒരു ഒബ്ജക്ഷൻ. ഈ ഫെൽറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ എന്ത് പറയുന്നു? സാർ പറയുന്ന കൺസേൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ കൺസേൺ ഞങ്ങളുടെ മറ്റു പല കസ്റ്റമേഴ്സിനും ഉണ്ടായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ കസ്റ്റമറിന് ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. അതേ ഒബ്ജക്ഷൻ മറ്റു പല കസ്റ്റമേഴ്സിനും ഉണ്ടായിരുന്നു എന്ന് ഈ സെയിൽസ്മാൻ പറയുമ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് ശരിയാണ് എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചു എന്ന് അവിടെ വന്നു. അതോടൊപ്പം അതേ അഭിപ്രായമുള്ള മറ്റു പലരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവർ തമ്മിൽ അറിയില്ല എങ്കിൽ പോലും നമ്മൾ അവിടെ ഒരു ടീമായിട്ട് അവരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരേ അഭിപ്രായമുള്ള ആളുകളുടെ ഒരു ടീമായിട്ട് അവർ മാറി. സോ ഫെൽറ്റിൽ എന്ത് സംഭവിച്ചു? അതേ അഭിപ്രായക്കാരെ നമ്മൾ ഒരുമിപ്പിച്ചു. മൂന്നാമത്തെ F എന്ന് പറയുന്നത് ഫൗണ്ട് ആണ്. ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാർ പക്ഷേ ഞാൻ പറഞ്ഞ ആ ആളുകൾ, അതായത് ഏതാളുകൾ? ഈ കസ്റ്റമറിന്റെ അതേ അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെട്ട മറ്റു കസ്റ്റമർ, അവർ പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഞങ്ങൾ വാങ്ങുന്ന വിലയേക്കാൾ ഉള്ള മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ നല്ല കസ്റ്റമറായി മാറി. ഈ സ്റ്റേജിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു സോഷ്യൽ പ്രൂഫിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടീമായിട്ട് ഇവരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ ടീമിലുള്ള ബാക്കിയുള്ള ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് എന്ത് ചിന്ത വന്നു? ഒരേ ടീമിലുള്ള ആളുകളെല്ലാം ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും അത് വാങ്ങണ്ടേ അല്ലെങ്കിൽ വാങ്ങുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഈ ഒരു ഫൗണ്ട് എന്ന് പറയുന്ന സ്റ്റേജിൽ കൊണ്ടുവന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ 3 Fകൾ.
സോ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ സാധിക്കണം, നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ ഫെൽറ്റ് ചെയ്യിക്കാൻ സാധിക്കണം, കസ്റ്റമറിനെ ഫൗണ്ട് ചെയ്യാൻ സാധിക്കണം. സോ എപ്പോഴും നമ്മൾ നമ്മുടെ സെയിൽസിൽ ഒരു സക്സസ് ഫോർമുല ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേ കാം ആൻഡ് പോസിറ്റീവ്. നമ്മുടെ കസ്റ്റമറിന് മുമ്പിൽ എപ്പോഴും ഒരു കാം ആയിരിക്കണം, പക്ഷേ പോസിറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ലിസൺ മോർ ദാൻ യു സ്പീക്ക്. കസ്റ്റമറിനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 80-20 പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. എന്താണ്? 80% ടൈമും നമ്മൾ കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് 20% ആണ് നമ്മൾ അവിടെ ആക്ഷൻ അല്ലെങ്കിൽ സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് അവിടെ സക്സസ് സ്റ്റോറീസ്, റിയൽ ലൈഫ് സക്സസ് സ്റ്റോറീസ് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. നമ്മൾ ഈ 3F മെത്തേഡിനെ ഓരോ കസ്റ്റമറിലേക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ബെറ്റർ റിസൾട്ട് നമ്മുടെ സെയിൽസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കും. നമ്മൾ ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മെത്തേഡിൽ കുറച്ചുകൂടെ ബെറ്ററായി ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഒരുപാട് സെയിൽസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കസ്റ്റമറിന് 3F, അതായത് എമ്പതി, ഫീൽ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ എമ്പതി ക്രിയേറ്റ് ചെയ്യുന്നു. ഫെൽറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ കണക്ഷൻ ആക്കുന്നു അല്ലെങ്കിൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു. ഫൗണ്ട് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ സെയിൽസിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ ക്ലോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.